ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 56,400ൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്ത് 175 ക്വാണ്ടിറ്റി. മാർക്കറ്റിൽ നിന്ന് ഒരു നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അത് കഴിഞ്ഞ് മാർക്കറ്റിലൊരു കണ്ടിന്യൂസ് ഒരു ഫോളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ വെറുതെ മാർക്കറ്റിൻ്റെ ട്രെൻഡിനൊപ്പം ട്രേഡ് എടുത്തതല്ല. ജസ്റ്റ് നമ്മളുടെ ഒരു സെറ്റപ്പ് ഫോം ആയതിനു ശേഷം നമുക്കൊരു പ്രോപ്പർലി ഒരു സെറ്റപ്പ് കാണിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തിട്ട് ജസ്റ്റ് ചെറിയൊരു ഗ്രീൻ കാണിക്കുന്നുണ്ട്. ഓവറോൾ ഒരു 8,000 പ്ലസിൻ്റെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല, ഒരുപാട് ലേറ്റായിപ്പോയി ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേക്കും. അതാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇന്നലെ പക്ഷേ ലോസ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ്ലി മിനിങ്ങാന്ന് ലോസ് ആയിരുന്നു, ഇന്നലെ ലോസ് ആയിരുന്നു. ആൻഡ് ഇന്നിപ്പോൾ ലോസ് ആണെങ്കിൽ നമ്മൾ മൺഡേ തൊട്ട് കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കും. കാരണം കഴിഞ്ഞ വീക്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആയിരുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇനിയിപ്പം ഇന്നിപ്പോൾ ലോസാണ്, കണ്ടിന്യൂസ്ലി 3 ഡേയ്സ് ലോസാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്വാണ്ടിറ്റി നമ്മളൊന്ന് കുറയ്ക്കും. എന്നിട്ട് നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റബിൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പോഴത്തേക്ക് നോക്കാം. സെയിം ഇപ്പം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 37 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും, അത്യാവശ്യം കുഴപ്പമില്ല. ഇന്നത്തെ ലോയെ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാർക്കറ്റിന് ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. മാർക്കറ്റിൽ ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് ഒരു ഫോളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രോപ്പർലി ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിൽ പ്രീവിയസ് ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത്. ജസ്റ്റ് ഒരു 175 ക്വാണ്ടിറ്റിയാണ് ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് നമുക്ക് 531 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജസ്റ്റ് കോസ്റ്റിൽ തന്നെ റൺ ചെയ്യുന്നു എന്ന് പറയാം. ജസ്റ്റ് നോക്കാം ട്രേഡേഴ്സ് എന്താണ് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. അത്യാവശ്യം നല്ലൊരു ഫോള് താഴ്ത്തി കിട്ടുന്നുണ്ട്. 581 ആണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ. നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയത് 531 ആണ്. ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റിനെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു 8,000ൻ്റെ ആണ് പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു അത്യാവശ്യം നല്ലൊരു ഫോള് വരുന്നുണ്ട് താഴത്തോട്ട്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിറങ്ങും. ഇനിയിപ്പോൾ അവിടെ വന്നിട്ട് ഒരു സ്പൈക്ക് വല്ലതും ആണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് മിസ് ഔട്ട് ആവണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ടാർഗറ്റ് പ്ലേസ് ചെയ്തത്. ജസ്റ്റ് ഇപ്പോൾ ഒരു 56,281 മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 217 ആണ് നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. ക്യാൻഡിലിൻ്റെ ക്ലോസും കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്, നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് അഗെയിൻ നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസിലേക്ക് പ്ലേസ് ചെയ്തേക്കാം. വീണ്ടും 813ഉം ട്രിഗർ വന്നിട്ട് 814ഉം ആണ്. ഒരു 37 പോയിൻറ്റ്സിൻ്റെ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുന്നത്. 37 നമ്മളുടെ ഇത് വെച്ചിട്ട് ഇത് സ്പോട്ടിൻ്റെ ചാർട്ട് വെച്ചിട്ട് 37 പോയിൻറ്റ്സിൻ്റെ ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരിക. ഒരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആണ്. വലിയ വലുതായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് അല്ല, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇപ്പം മാർക്കറ്റ് 531 റൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. ഇപ്പോൾ ഒരു 740യുടെ ഒരു റെഡ് ഒരു നെഗറ്റീവ് 740 റൺ ചെയ്യുന്നുണ്ട്. 819 ഏതായാലും നമുക്ക് നോക്കാം ട്രേഡേഴ്സ്, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലാണ് ഫോം ആവുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെക്കാം. ഇപ്പോൾ ജസ്റ്റ് വീണ്ടും കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നോക്കിയിട്ട് ആ ഒരു ലൈൻ ഞാൻ ഡ്രോ ചെയ്തത് ജസ്റ്റ് ഒരു പ്രീവിയസ് ഒരു സ്വിങ്ങിൻ്റെ ലൈനാണ് ഡ്രോ ചെയ്തത്. ആ ഒരു സ്വിങ്ങിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തോട്ട് ആ ഒരു സ്വിങ് ലോയെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാം. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിലേ വലിയ വീഡിയോ ആയിപ്പോവും. അതുകൊണ്ടാണ് അപ്പം മാക്സിമം ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ നോക്കുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ വലിയൊരു ട്രേഡൊന്നും ഇരുന്ന് കാണാനുള്ള ഒരു പേഷ്യൻസ് ഒന്നും ഇല്ലല്ലോ. ഏതായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ചെറിയ ലോസിലാണ്. നമുക്ക് ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് നമ്മൾ ഡ്രോ ചെയ്ത് വെച്ചിരുന്ന ലൈനെയും കൂടെ മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 5000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു 8000-ൻ്റെയാണ് പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 581 നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 6000 പ്ലസ് പ്രോഫിറ്റ് കാണിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് നമ്മളുടെ കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു 5000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇനിയിപ്പോൾ ഒരു ഫ്യൂ പോയിൻറ്റ്സ് മാത്രമാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ലപോലെ മാർക്കറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ഈ ഒരു ലൈനിനെ ഞാൻ മാറ്റിയേക്കാം. ലൈൻ വേറൊന്നും അല്ലായിരുന്നു, ജസ്റ്റ് ഒരു സ്വിങ്ങിൻ്റെ ലോയെ വരച്ചാണ്. ഇവിടെ നിന്നൊരു ഫാസ്റ്റ് മൊമെൻറ്റം കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം അല്ലെങ്കിൽ ഈ ഒരു സ്വിങ് ലോയിലൊക്കെ ആൾക്കാർ ഒരുപാട് പേര് ട്രേഡിൽ എൻട്രി എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ഒരു ഫാസ്റ്റ് മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ഫ്യൂ പോയിൻറ്റ്സ് മാത്രമേ നമുക്കൊരു ബാക്കിയുള്ളൂ. ഇപ്പോൾ ഒരു 254 റൺ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ വരുന്നുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വീണ്ടും ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. കാരണം എക്സാക്ട്ലി നല്ലൊരു പ്രോഫിറ്റ് കാണിച്ചിരുന്നായിരുന്നു, നല്ലൊരു പ്രോഫിറ്റിൽ ആയിരുന്നു നമ്മൾ. പക്ഷേ അവിടുന്ന് തന്നെ റിവേഴ്സായി. ഇപ്പോൾ
ഇമ്മീഡിയറ്റ് പെട്ടെന്ന് നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 2000 പ്ലസിൻ്റെ ഒരു നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ് മാർക്കറ്റ് ഫോം ചെയ്യുന്നത്. ജസ്റ്റ് ഫ്യൂ പോയിൻറ്റ്സ് അവേ ഫ്രം അവർ സ്റ്റോപ്പ് ലോസ് ആണ്. ജസ്റ്റ് മാർക്കറ്റ് ഒരു 37 പോയിൻറ്റ്സിൻ്റെ മാത്രമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉള്ളത്. ഏകദേശം ഒരു 354. ഓക്കെ, ഫൈൻ വെരി ക്ലോസ് ടു അവർ. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഇന്ന് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീക്ക് നമുക്ക് അത്രയും നല്ലതല്ലായിരുന്നു. ഓവറോൾ ഒരു 3000ൻ്റെ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഇതാണ് ഓർഡർ ബുക്ക്. ബൈ.